ഇന്ന് എൻ്റെ യൂട്യൂബ് തുടങ്ങിയിട്ട് ഒരു വർഷമായി. ജനുവരി 28-ാം തീയതിക്ക് ഒരുപാട് പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ഞാനിതിൽ പിടിച്ചു നിന്നു. ഒരു വർഷമായി. അപ്പോൾ അതിന് എൻ്റെ കൂടെ നിന്നതിനും സപ്പോർട്ട് ചെയ്തതിനും സബ്സ്ക്രൈബ് ചെയ്തതിനും ഒരുപാട് നന്ദി പറയുന്നു. അപ്പോൾ ഇപ്പോൾ എനിക്ക് 5000 സബ്സ്ക്രൈബർ ആവാറായി. ഒരു വർഷമായി. എന്നിട്ട് ഇത്ര ആയുള്ളൂ. പക്ഷെ അത് സാരമില്ല, നമ്മളിപ്പോൾ അത്ര വലിയ യൂട്യൂബറൊന്നല്ലല്ലോ. എന്നാലും ഇനി ഞാൻ മുന്നോട്ട് പോകുന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എൻ്റെ കൂടെ നിൽക്കുക. അങ്ങനെ പുലർച്ചെ ഒരു 4:30 ആയപ്പോൾ ഞാൻ എണീറ്റതല്ല, വിജയശേട്ടൻ എന്നെ വിളിച്ചു. നല്ല പനിയായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, അപ്പോൾ ഞാൻ വേഗം എണീറ്റിട്ട് ആൾക്കൊരു കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ഞാൻ വേഗം അരിയും തിളപ്പിക്കാനായിട്ട് അങ്ങനെ വെച്ചു. എന്നിട്ട് ഞാൻ വേഗം കുടിക്കാനുള്ള വെള്ളവും വെച്ചതിന് ശേഷം വേഗം മുതിരി അടുപ്പത്തിട്ടു. അപ്പോൾ ഏതാണ്ട് ഒരു 4:30 ആയിട്ടുള്ളൂ. ഞാൻ കാണിച്ചില്ലേ സമയം. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ഇന്ന് എൻ്റെ യൂട്യൂബ് തുടങ്ങിയിട്ട് ഒരു വർഷമായി. അപ്പോൾ എൻ്റെ കൂടെ നിന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. പിന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ കുറേ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളൊക്കെ ഉണ്ടായിട്ടും ഞാനതൊക്കെ തരണം ചെയ്തിട്ട് ഞാനിങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന്ന് ചെറിയൊരു എന്തെങ്കിലും ഒരു ഇൻകം എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. അപ്പം ഞാൻ എന്തായാലും ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ സമയം കണ്ടെത്തിയിട്ടാണ് ഞാനിത് ചെയ്യണത്. അപ്പം എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, എൻ്റെ വീടിൻ്റെ അവിടെ ഉള്ളവരും എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, നീ എങ്ങനെയാണ്, നിനക്ക് ഒരു നേരം പോലും ഇല്ലല്ലോ, പിന്നെ നീ എങ്ങനെ ഇതൊക്കെ ചെയ്യണേ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പറ്റണ പോലെ. എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു. ഇപ്പോഴല്ല, ഞാൻ കുറച്ച് കൊറോണ സമയത്തെ എൻ്റെ മനസ്സിൽ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്കിതുപോലെ ചെയ്യണമെന്ന്. പക്ഷേ എനിക്ക് നല്ല മടിയായിരുന്നു. ഞാൻ എങ്ങനെ ഇത് ചെയ്യും, എങ്ങനെ ഇതാവും എന്നൊക്കെ നല്ലൊരു മടി ഉണ്ടായിരുന്നു. പിന്നെ ഒരു ദിവസം ഞാൻ എൻ്റെ ചേച്ചിയുടെ മകളുടെ ഉണ്ണിയുടെ 28ൻ്റെ അന്ന് ഞാൻ അവിടെ പോയപ്പോഴാണ് പിന്നെ ഇതിന് ഒരുപാട് എൻ്റെ കൂടെ നിന്നത് എൻ്റെ ചേച്ചിയുടെ മക്കളും ചേച്ചിയും ഒക്കെ തന്നെയാണ്. പിന്നെ വിജയശേട്ടനും പറഞ്ഞു, നീ ചെയ്തോ, നിനക്ക് പറ്റിച്ചോ, നീ ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര മടിയും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും എനിക്ക് എനിക്ക് ജോലിക്ക് പോയിട്ട് കിട്ടണ കാശ് എനിക്ക് പോരാ, എനിക്ക് എൻ്റെ മക്കളൊക്കെ വലുതായി തുടങ്ങി, അവരെ പഠിപ്പിക്കണം. അപ്പോൾ അങ്ങനെ എൻ്റെ മനസ്സിൽ കുറേ എന്താ പറയുക, കുറേ സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. അതെനിക്ക് നടത്തിയെടുക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ നമുക്ക് പൈസയ്ക്കായാലും നല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഇതിന്ന് എനിക്ക് വലിയ വരുമാനമൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ചെറിയൊരു വരുമാനം കിട്ടുകയാണെങ്കിൽ എനിക്ക് ജോലിക്ക് പോകണതിൻ്റെ കൂടെ ഇതും കിട്ടുകയാണെങ്കിൽ എനിക്കതൊരു സഹായമാണല്ലോ. അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് ഞാനിത് ചെയ്യണത്. പക്ഷേ ചില ദിവസം കാലത്ത് എണീക്കുമ്പോൾ തോന്നും വീഡിയോ ഒന്നും പിടിക്കണില്ല, മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോഴും എനിക്ക് ഈ യൂട്യൂബിൽ നമുക്കറിയാലോ, നമ്മൾ ഒരേ സമയത്ത് വീഡിയോ ഇടണം, എന്നാലാണ് ഇത് നമുക്ക് കാര്യമുള്ളൂ. അങ്ങനെയൊക്കെ തോന്നുമ്പോൾ ഇട്ടില്ലെങ്കിൽ വ്യൂ കുറയും, അങ്ങനെയൊക്കെ എനിക്കത് മനസ്സിലായി തുടങ്ങി. അപ്പം ഞാൻ തന്നെ എനിക്ക് എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും അതൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ വീഡിയോ പിടിക്കാനും എഡിറ്റ് ചെയ്യാനൊന്നും എനിക്കറിയില്ലായിരുന്നു. ആദ്യം തന്നെ എൻ്റെ ചേച്ചിയുടെ മക്കളാണ് എനിക്കത് പറഞ്ഞു തന്നത്. പിന്നെ എനിക്ക് മണിക്കുട്ടനെ അതറിയായിരുന്നു. പക്ഷേ പിന്നെ അവൻ 10ാം ക്ലാസ്സിലല്ലേ പഠിക്കണം. അപ്പോൾ എല്ലാവരും എന്നോട് പറയും, മോനെ ബുദ്ധിമുട്ടിക്കരുത്, അവൻ പഠിക്കല്ലേ അവനെ. അപ്പോൾ പിന്നെ ഞാൻ തന്നെ സ്വയം ഞാനത് എന്താ പറയുക, അവനോട് ചോദിച്ചിട്ട് പഠിക്കാനും ഇതിങ്ങനെ ചെയ്യാനൊക്കെ ഞാൻ പഠിച്ചു. പിന്നെ എനിക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ആദ്യം ഞാൻ കുറേ പ്രാവശ്യം വോയിസ് ഓവർ കൊടുക്കും, പിന്നെ അത് കളയും, ശരിയായില്ല എന്ന് വിചാരിച്ചിട്ട് എനിക്കൊരു പേടിയായിരുന്നു. ഇപ്പം എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. എനിക്ക് പറ്റണ പോലെ, എനിക്ക് അറിയണ പോലെ ഞാൻ ചെയ്യും. പക്ഷേ എന്നാലും ഇതുവരെ എത്തിയില്ല. ഒരു കൊല്ലം ഞാൻ ഇതൊക്കെ തരണം ചെയ്ത് ഞാൻ ഇത് നിങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോ ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ എനിക്കിതിന്ന് ചെറിയൊരു എന്തെങ്കിലും ഒരു ഇൻകം കിട്ടണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. അപ്പം ഞാൻ ഇതുപോലെ പതിവ് പോലെ കാലത്ത് തന്നെ എണീറ്റു. അപ്പം എൻ്റെ മോനാണ് എന്നോട് ഇന്നലെ ചോദിച്ചത്, അമ്മ 28-ാം തീയതി നാളെയാണ് അമ്മ യൂട്യൂബ് തുടങ്ങിയിട്ട് ഒരു വർഷമായില്ലേന്ന്. അപ്പം അത് അവന് ഓർമ്മ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചേച്ചിയുടെ മോളുടെ ഉണ്ണിയുടെ 28ാമത്തെ ദിവസമാണ് ഞങ്ങളിത് ചെയ്തത്. അത് കാരണം എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതാണ് ഞാൻ കാലത്ത് തന്നെ നിങ്ങളോട് എല്ലാവരോടും എന്നെ സബ്സ്ക്രൈബ് ചെയ്തവരോടൊക്കെ ഒരു നന്ദി പറഞ്ഞത്. ഇനിയും തുടർന്ന് എനിക്ക് എല്ലാവരുടെയും സഹകരണങ്ങളൊക്കെ വേണം. അപ്പം അങ്ങനെ പിന്നെ എനിക്ക് വേറെ പൊട്ട കമൻറ്റുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെയൊന്നും വന്നിട്ടില്ല. എനിക്ക് വന്നിട്ടുള്ള കമൻറ്റുകളൊക്കെ അത്ര കമൻറ്റുകളൊന്നും വന്നു തുടങ്ങിയിട്ടുമില്ല. ഞാൻ പറഞ്ഞ പോലെ ഞാൻ വലിയൊരു യൂട്യൂബറൊന്നല്ല. എനിക്കറിയണ പോലെ ഞാൻ വീഡിയോ പിടിക്കുന്നു. എൻ്റെ ഫോണും അത്ര നല്ലതൊന്നല്ല. അപ്പം എനിക്ക് ഫോൺ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ പെട്ടെന്നൊന്നും ഫോൺ വാങ്ങില്ല. എനിക്ക് വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി ഇപ്പം ഇല്ല. അപ്പം ഞാൻ എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ പോയിട്ടും ഞാനത് കൊടുത്ത് ശരിയാക്കി. എന്താണെന്ന് വെച്ചാൽ എന്നെ കൊണ്ട് EMI അടയ്ക്കാനൊന്നും ഇപ്പം പറ്റില്ല. അത് കാരണം ഞാൻ അങ്ങനെ എങ്ങനെയെങ്കിലും എനിക്ക് വാങ്ങണം. അത് ഇതിന്ന് ചെറിയൊരു വരുമാനം കിട്ടി തുടങ്ങിയിട്ട് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. എന്നാലും ഇതിപ്പോൾ എനിക്കൊരു ഹാഫ് മോണിറ്റേഷൻ ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്തതിനും
എന്നെ സപ്പോർട്ട് ചെയ്തതിനൊക്കെ ഞാൻ പിന്നെ നിങ്ങളോട് നന്ദി പറയണു. അപ്പോൾ ഞാൻ കാലത്ത് എണീറ്റിട്ട് എൻ്റെ എല്ലാ ഒരുവിധം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ബിജേഷേട്ടന് പനിയായ കാരണം ആൾ ഇന്നലെ ഇന്നും ജോലിക്ക് പോയിട്ടില്ല. അപ്പോൾ വാവച്ചിക്ക് ഇന്ന് SPC ഉള്ള കാരണം അവൾക്ക് ഞാൻ ഗോതമ്പ് കൊണ്ട് പാലൊക്കെ ഒഴിച്ചിട്ടൊരു വെറുതെ ഒരു പായസം പോലെ ഉണ്ടാക്കി കൊടുത്തു. ആൾക്ക് അത് മതി, അതുണ്ടെങ്കിൽ ആൾ അതിൽ ഹാപ്പിയാണ്. അപ്പം അങ്ങനെ മണിക്കൂട്ടന് പിന്നെ ഞാൻ മുതിരക്കറി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവനോട് ഞാൻ ചോദിച്ചു അട ഉണ്ടാക്കുക, അത് കഴിക്കുമോ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ അട കഴിക്കില്ല അമ്മേ, അട വേണ്ട, ഞാൻ മുതിരയും പുട്ടും കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം അടക്കി കുഴച്ച് വെച്ചു. പിന്നെയാണ് അവൻ അങ്ങനെ പറഞ്ഞത്. അപ്പം ഞാൻ അവന് പരീക്ഷയ്ക്കല്ലേ പോണേ, അവനിപ്പോൾ പരീക്ഷ നടക്കുകയാണല്ലോ മോഡൽ, അപ്പോൾ അവന് വെച്ചിട്ട് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അട ആൾക്ക് അത്ര ഇഷ്ടമില്ല. പിന്നെ ഞാൻ നാളികേരം പഞ്ചസാരയും ഒക്കെ ഇട്ടിട്ട് ഒക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആൾ പല്ലൊക്കെ തേച്ച് വന്നപ്പോഴേ ഞാൻ ഒരു കുറച്ച് വായിൽ വെച്ച് കൊടുത്തപ്പോൾ ആൾക്ക് അതിലത്തെ നാളികേരം ഇഷ്ടമായി തോന്നുന്നു. അപ്പം അങ്ങനെ പുട്ടുണ്ടാക്കി അതിന് കുറച്ച് നാളികേരം എടുത്തിട്ട് അവന് വേണ്ടിയിട്ട്. പക്ഷെ ആൾ പുട്ടൊന്നും കഴിച്ചില്ല, അട തന്നെയാണ് കഴിച്ചത്. ആൾ 2 അട കഴിച്ചിട്ടാണ് പരീക്ഷയ്ക്ക് പോയത്. അപ്പം ഞാൻ പുട്ടുണ്ടാക്കിയത് 4 മണിക്ക് വന്നാൽ കഴിച്ചോളാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ബിജേഷേട്ടൻ വാവച്ചീനെ കൊണ്ടാക്കി വന്നിട്ട് റോഡ് ഭാഗത്തേക്ക് കുറച്ച് മുരിങ്ങക്കായ മൂത്ത് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ആളത് പൊട്ടിച്ച് കൊണ്ടുവന്നു. ഞാൻ കുറച്ച് പുട്ട് ഉണ്ടാക്കണുള്ളൂ, 2 ഇതുപോലെ 2 ചട്ടപ്പുട്ട് ഉണ്ടാക്കാൻ ഇത്രയും മുരിങ്ങക്കായ് കൊണ്ടുവന്ന് തന്നു. അതൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. എന്നിട്ടാണ് പിന്നെ അടയ്ക്ക് കുഴച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ബിജേഷേട്ടന് കഞ്ഞിയായാലും മതി എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കെന്തോ അട കഴിക്കാനായിട്ടൊരു മോഹം തോന്നി. പിന്നെ ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് ഇന്നൊക്കെ 1 വർഷമായില്ലോ. അപ്പോൾ അത് ആലോചിച്ചപ്പോൾ എനിക്കെന്തോ മനസ്സിനൊരു സന്തോഷം തോന്നി, എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റിയില്ലോ എന്ന്. എന്നിട്ട് ഞാൻ ഇലയൊക്കെ ചീന്തിയതിന് ശേഷം ഞങ്ങളുടെ പ്ലാവിൻ്റെ അവിടെ വന്ന് നോക്കിയപ്പോഴേ ഇത് വാവച്ചിക്ക് ഞങ്ങൾക്ക് ആദ്യം തൊഴിലുറപ്പെന്ന് ചേച്ചിമാർ പ്ലാവും തൈ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ആട് കടിച്ചിട്ടൊക്കെ നാശമായി പോയി. എന്നിട്ട് ഞാൻ എൻ്റെ വാവച്ചി സ്കൂളിൽ നിന്ന് പാർലിക്കാട് സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന് തന്നതാണ്. അപ്പോൾ ഈ പ്ലാവും തൈ കൊണ്ടുവന്ന് തന്നപ്പോൾ ബിജേഷേട്ട അതിൽ വളമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പം അങ്ങനെ ആ കുഴിയിൽ തന്നെ വെച്ചതാണ്. പക്ഷെ അതുമ്പോൾ നിറച്ച് ചക്ക ഉണ്ടായി കണ്ടപ്പോഴേ ബിജേഷേട്ട എന്നോട് പറഞ്ഞു ചക്ക ഉണ്ടായിട്ടുണ്ടെന്ന്. പക്ഷേ എനിക്ക് അത്ര ഇതൊന്നും തോന്നിയില്ല. അപ്പം അങ്ങനെ അതൊന്നും ഞാൻ നിങ്ങളെന്നെ കാണിച്ചു എന്ന് മാത്രം. എൻ്റെ വീട്ടിലുള്ള എന്ത് സന്തോഷങ്ങളും ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. സങ്കടങ്ങളൊന്നും ഞാൻ നിങ്ങളോട് പറയാറില്ല, എന്താണെന്ന് വെച്ചാൽ അത് വേണ്ടാന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഞാൻ വേഗം പിന്നെ പുട്ടൊക്കെ വേഗം 2 പുട്ട് തന്നെ ഉണ്ടാക്കിയുള്ളൂ, 2 ചട്ടപ്പുട്ട്. അതിനുശേഷം പിന്നെ ഞാൻ വേഗം അട ഉണ്ടാക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ വാവച്ചി പോയില്ലോ. പിന്നെ മണിക്കൂട്ടിന് 9 മണിക്ക് പോകണം. അപ്പോൾ ബിജേഷേട്ടനാണെങ്കിൽ ഇന്ന് പണിയില്ലാത്ത കാരണം എനിക്ക് ബിജേഷേട്ടൻ്റെ കൂടെ ഇന്നും നേരത്തെ പോകേണ്ട ആവശ്യമില്ല. പക്ഷേ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ നേരത്തെ പോണത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ 2 വണ്ടിയും കൊണ്ടുവരണ്ടല്ലോ. എൻ്റെ വീട്ടിൽ ഒരു വണ്ടി വെച്ചിട്ട് പിന്നെ ഞങ്ങൾ പാർലിക്കാട്ടേക്ക് ബിജേഷേട്ടൻ്റെ കൂടെ ഞാൻ വരികയാണ് ചെയ്യുക. അപ്പോൾ അത്രയും പെട്രോൾ അടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം അങ്ങനെ ഇന്നിപ്പോൾ ബിജേഷേട്ടന് ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ എന്നെ കൊണ്ടുവന്നാക്കാൻ വന്നാൽ മതി. അപ്പം അത് കാരണം ഇന്ന് തിരക്കൊന്നുമില്ല. ഞാൻ പതുക്കെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. അപ്പം അങ്ങനെ വേഗം ഞാൻ പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അതങ്ങനെ അവിടെ അടച്ച് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ അട ഉണ്ടാക്കാനായിട്ട് നോക്കുകയാണ്. അപ്പം എപ്പോഴും ഞാൻ പച്ചവെള്ളത്തിലാണ് ചൂടുവെള്ളത്തിലാണ് അടക്കി ഇങ്ങനെ പൊടി കുഴയ്ക്കാറ്. പക്ഷെ ഞാൻ അംഗൻവാടിയിൽ പച്ചവെള്ളത്തിൽ കുഴച്ചപ്പോൾ നന്നായിട്ട് അടയൊക്കെ ഉണ്ടല്ലോ കുട്ടികൾക്ക്, നല്ല അടിപൊളി അട ഉണ്ടാവാറുണ്ട്. അപ്പം ഞാൻ അജ്മിയുടെ നൈസ് പൊടി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എന്തോ അട തിന്നാനായിട്ട് എനിക്കൊരു മോഹം തോന്നി. അപ്പോൾ ഞാൻ വേഗം ശർക്കര ഉണ്ടായിരുന്നില്ല, നാളികേരവും പഞ്ചസാരയും നല്ല ജീരകമൊക്കെ കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഞാൻ പച്ചവെള്ളത്തിൽ പൊടിയൊക്കെ കുഴച്ചെടുത്തതിന് ശേഷം വേഗം വേവിക്കാനായിട്ട് വെച്ചു. പിന്നെ മണിക്കൂട്ടിന് കുളിക്കാനുള്ള വെള്ളവും വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് അട വെന്ത് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ പിന്നെ വേറെ പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കിയില്ല. ബിജേഷേട്ടൻ ഉച്ചയ്ക്ക് കഞ്ഞി കുടിക്കാമെന്ന് പറഞ്ഞു. പിന്നെ കാലത്ത് ആളിതുപോലെ അട തന്നെയാണ് കഴിച്ചത്, ഒരു അടയും ചായയും കഴിച്ചു. അപ്പം അങ്ങനെ പനിയാണ്. അപ്പം ഇന്ന് ഹോസ്പിറ്റലിലേക്ക് ഇന്നലെ പോയി, പക്ഷെ ഒരു കുറവുമില്ല. അപ്പം ഇന്ന് കഫക്കെട്ടിനുള്ള ഗുളിയൊന്നും കിട്ടിയിട്ടില്ല. അപ്പം ഇന്ന് കഫക്കെട്ട് നല്ല അധികമാണ്. അപ്പം അത് പോയിട്ട് ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ വിവരം പറഞ്ഞു കഴിഞ്ഞാൽ കഫക്കെട്ടിനുള്ള ഗുളിയൊക്കെ കിട്ടുമല്ലോ. അപ്പം ഞാൻ ഇന്ന് തിരക്കൊന്നും പിടിക്കാത്ത കാരണം എൻ്റെ പണികളൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണ് ഞാൻ തിരക്ക് പിടിച്ചിട്ട് ഇതൊന്നും സ്പീഡിൽ ഞാൻ ചെയ്യണതല്ല, ഞാൻ സ്പീഡായിട്ട് ഇട്ടിട്ടുള്ളതാണ്, അത് നിങ്ങൾക്കറിയാം. അപ്പം അങ്ങനെ ഞാൻ പിന്നെ എപ്പോഴും ഷോർട്സ് വീഡിയോ ആണ് ഒരുവിധം ഇടാറ്. അപ്പം പിന്നെ ഞാൻ ഓരോ യൂട്യൂബിൽ ഇങ്ങനെ നമുക്ക് ഇത് മോണിറ്റേഷൻ ആവാനുള്ള ഇതൊക്കെ ഞാൻ കാണുമ്പോഴാണ് എനിക്ക് തോന്നിയത്. പിന്നെ എൻ്റെ ചേച്ചിയുടെ മോള് പറഞ്ഞു മേമേ ലോങ് വീഡിയോ ഇടണം, അപ്പോഴാണ് മേമയ്ക്ക് പെട്ടെന്ന് ഇത് മോണിറ്റേഷനായി കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ അതാണ് ഞാനിപ്പോൾ അധികവും ലോങ് വീഡിയോകളൊക്കെ ഇടുന്നത്. അപ്പോൾ എനിക്ക് അത്രയ്ക്ക് അറിയണ പോലെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം ഒരട എടുത്തിട്ട് നോക്കിയപ്പോഴേ നന്നായി വെന്ത് പാകമായി വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ നല്ല അടിപൊളി അരി കൊണ്ടുള്ള അടയും ആയി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി, പക്ഷേ എനിക്ക് കഴിക്കാനൊന്നും നേരം കിട്ടിയില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ തട്ടിമുട്ടി നിന്നിട്ട് നേരമൊക്കെ പോയി. അപ്പം ഞാൻ 3 എണ്ണം ആദ്യം വെച്ചു, പിന്നെ രണ്ടാമതും ഞാൻ വേഗം വെച്ചു. എന്നിട്ട് ഞാൻ വേഗം പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറി പോണ വഴിക്ക് മണിക്കൂട്ടിനെ പാർലിക്കാട് ഇറക്കണം. അപ്പോൾ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം, എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് വേണം, കമൻറ്റ് വേണം, ലൈക്ക് വേണം. നല്ല നല്ല വീഡിയോകളായിട്ട് ഞാൻ വരാം. അപ്പം അങ്ങനെ ഞാൻ ജോലിക്ക് പോവാണ്, ബിജേഷേട്ടൻ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അപ്പം നല്ല നല്ല വീഡിയോകളായിട്ട് വരാം കേട്ടോ.